ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ഹിസ്റ്ററിയുടെ ഫോക്കസ് പോയിന്റ് റിവിഷൻ വിജയനഗര കിങ്ഡം അല്ലെ രണ്ടാം ഭാഗം. അസസ് ദ പൊസിഷൻ ഓഫ് ദ മിലിറ്ററി കമാൻഡേഴ്സ് ഹാഡ് ഇൻ വിജയനഗര. അപ്പോൾ മിലിറ്ററി കമാൻഡേഴ്സ് വിജയനഗരത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. അവരെ ആയിരുന്നു അമരനായികർ എന്ന് വിളിച്ചിരുന്നത്. അമരനായകർ എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശവും ഭരിച്ചിരുന്ന ചെറിയ റീജിയണൽ ലീഡേഴ്സായിരുന്നു, ചീഫ് ആളായിരുന്നു മിലിറ്ററി കമാൻഡേഴ്സ്. അപ്പോൾ അതിനെ തന്നെ നായങ്കര സിസ്റ്റം ഇൻ വിജയനഗര സൊസൈറ്റി, അങ്ങനെയും ചോദ്യം പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. നായങ്കര സിസ്റ്റം ഇൻ വിജയനഗര സൊസൈറ്റി. അപ്പോൾ വിജയനഗര മിലിറ്ററി കമാൻഡേഴ്സ് ഹാഡ് ഗ്രേറ്റ് പവേഴ്സ്. അപ്പോൾ വിജയനഗര രാജാക്കന്മാർ ഓരോ പ്രദേശങ്ങളും ഓരോ നായകന്മാരെയാണ് ഏൽപ്പിച്ചിരുന്നത്. മിലിറ്ററി കമാൻഡേഴ്സിനെ, സൈനിക മേധാവികളെയാണ് ഏൽപ്പിച്ചിരുന്നത്. കാരണം അവരൊരു ട്രൂപ്പ് അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ അവരാണ് രാജ്യത്തെ അതിർത്തികളെയും കോട്ടകളെയൊക്കെ നിയന്ത്രിച്ചിരുന്നത്. ഇപ്പോൾ കോട്ട കടന്ന് ശത്രുക്കൾ അകത്തേക്ക് കയറാതെ നോക്കേണ്ട ഉത്തരവാദിത്തം ഓരോ പ്രദേശത്തുള്ള ഈ നായക്സിനായിരുന്നു, അല്ലെങ്കിൽ മിലിറ്ററി നേതാക്കന്മാരായിരുന്നു. അതുപോലെ തന്നെ ദേ കുഡ് കീപ് ആംഡ് ഗാർഡ്സ്. അതിനുവേണ്ടി അവർക്ക് സായുധ ഗാർഡുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അവരെന്താ ചെയ്തത്? അവർ ഒരു പ്രദേശത്തെ മുഴുവൻ, ഒരു പ്രദേശം, അമരം എന്നാണ് ഒരു റീജിയനെ പറയുന്നത്, ആ പ്രദേശത്തെ ഭരണകാര്യങ്ങൾ അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്ത് റവന്യൂ അവർ ഉണ്ടാക്കിയിരുന്നു. ദേ ഓഫൺ മൂവ് ദെയർ റെസിഡൻസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ ഈ വിജയനഗര രാജാക്കന്മാർ തങ്ങളുടെ നിയന്ത്രണം അവരിൽ ഏർപ്പെടുത്താൻ വേണ്ടി ഒരു പ്രദേശം എപ്പോഴും അവർക്ക് ഭരിക്കാൻ കൊടുക്കില്ല. പലപ്പോഴും അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കും, മറ്റു പ്രദേശത്തേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും താമസ സ്ഥലം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറേണ്ടി വന്നു. അഗ്രികൾച്ചറിസ്റ്റ് ഹൂ വെർ ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് ഫെർട്ടൈൽ ഫീൽഡ് ഓൾസോ അക്കമ്പനീഡ് ദം. അപ്പോൾ ഇത് മിലിറ്ററി കമാൻഡേഴ്സ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ് മാത്രമല്ല, കർഷക ലീഡേഴ്സോ അല്ലെങ്കിൽ അഗ്രികൾച്ചറിസ്റ്റ്, ഈ കൃഷി ചെയ്യുന്ന ആളുകളും അവർക്ക് ആ പ്രദേശത്തെ ഫലഭൂയിഷ്ഠമായ ഭൂമി സ്വന്തമാക്കാൻ വേണ്ടി അവരും ഇതുപോലെ നായക്സായി മാറിയിരുന്നു. ദീസ് മിലിറ്ററി കമാൻഡേഴ്സ് വേർ കോൾഡ് നായകൻസ്. ഇവരെയൊക്കെ നായക്സ് എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് നായങ്കര സിസ്റ്റം എന്ന് പറയുന്നത് മിലിറ്ററി കമാൻഡേഴ്സിനെ. മോസ്റ്റ് ഓഫ് ദം ലീവ്ഡ് ഒബേയിങ് ദ വിജയനഗർ കിങ്സ്. അപ്പോൾ വിജയനഗര രാജാവിനെ അനുസരിച്ച് രാജാവ് പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ടാണ് ഭൂരിഭാഗം ആളുകളും നായകന്മാരും ഭരണം നടത്തിയിരുന്നത്. എന്നാൽ ചിലവർ മാത്രം റിബൽ ആയിട്ട് അവരോട്, രാജാവിനോട് എതിർക്കുകയും ചില പ്രശ്നങ്ങൾ, കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ദ വിജയനഗര എംപയർ ദർ വാസ് എ സിസ്റ്റം ഓഫ് അമരനായക. അതുകൊണ്ട് വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണകാര്യത്തിന് ഓരോ പ്രദേശവും ഇങ്ങനെ ഭരണത്തിന് സൗകര്യത്തിന് വേണ്ടി ഈ നൽകിയിരിക്കുന്ന സിസ്റ്റത്തെയാണ് അമരങ്കര സിസ്റ്റം അല്ലെങ്കിൽ അമരനായക സിസ്റ്റം എന്ന് പറയുന്നത്. ദ സിസ്റ്റം ഹാഡ് മെനി ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഇക്ത സിസ്റ്റം ഓഫ് ദ ഡൽഹി സുൽത്താൻസ്. ഏകദേശം ഡൽഹി സുൽത്താൻമാരുടെ ഇക്ത സമ്പ്രദായത്തോട് സമാനമായ ഒരു രീതിയായിരുന്നു അമര സിസ്റ്റം തന്നെ. കാരണം ഇക്ത എന്ന് പറഞ്ഞാൽ ഭൂമി, ഇക്ത ഏൽപ്പിച്ചിരിക്കുന്ന അതിൻ്റെ അധികാരികൾ ഇക്താദാസ്. അപ്പോൾ അങ്ങനെയുള്ള ഇക്താദാസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ രീതിയായിരുന്നു ഡൽഹിയിലെ ഇക്ത സുൽത്താൻമാരുടെ ഇക്ത സമ്പ്രദായത്തിൽ. ഇത് ഏകദേശം സൗത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഡൽഹിയിൽ സുൽത്താൻമാരായിരുന്നു പ്രാബല്യത്തിലുണ്ടായിരുന്നത്. ഇനി അമരനായകാസ് വേർ മിലിറ്ററി കമാൻഡേഴ്സ്. വിജയനഗര കിങ് ഗേവ് ദം സം റീജിയൻ ടു ഗവേൺ. ദീസ് റീജിയൻസ് വെർ കോൾഡ് അമര. ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഗവേണിംഗ് ഓഫ് ദിസ് റീജിയൻ വാസ് ഡൺ ബൈ ദ അമരനായകൻസ്. അപ്പോൾ ഒരു പ്രദേശം, ഒരു ഏരിയ മുഴുവൻ കിട്ടുന്ന ആൾ ആ പ്രദേശത്തിൻ്റെ ഭരണം നടത്തുന്നു. അവരെ അമരനായകൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ രാജാവ് ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ അവിടെ സന്നിധ്യനാകണം. അതുപോലെ തന്നെ ചില സമയത്തൊക്കെ രാജാവിൻ്റെ ചെക്കിംഗ് ഉണ്ടായിരിക്കും മിലിറ്ററി കാര്യത്തിൽ. അതുപോലെ വർഷം
രാജാവിനെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കണം. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃതജ്ഞതയെന്നാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. കൃതജ്ഞത പ്രകടിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ രാജാവിൻ്റെ മേധാവിത്വം അംഗീകരിക്കുന്നു എന്ന് വിശ്വസ്തത പ്രകടിപ്പിക്കാൻ ഒരു തുക, അത് കപ്പം എന്ന് മലയാളത്തിൽ പറയുന്നു. അതുപോലെ തന്നെ വിശേഷപ്പെട്ട വസ്തുക്കൾ രാജാവിൻ്റെ സന്തോഷത്തിന് അല്ലെങ്കിൽ രാജാവിനെ പ്രീതിപ്പെടുത്താൻ കൊടുക്കുന്നു. ദേ കളക്റ്റഡ് ടാക്സ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഫ്രം ദ ഫാമേഴ്സ്, ട്രേഡേഴ്സ്, ആർട്ടിസൻസ് ആൻഡ് ബിഗ് മെർച്ചൻറ്റ്സ്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ റവന്യൂ പണം ലഭിക്കുന്നത്? ഇവരാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത് കർഷകരിൽ നിന്നും, കച്ചവടക്കാരിൽ നിന്നും, കരകൗശല വൈദഗ്ധ്യരിൽ നിന്നും, അതുപോലെ വലിയ രത്നവ്യാപാരികളിൽ നിന്നും ഒക്കെ ടാക്സ് പിരിക്കുന്നത് ഇവരാണ്. അപ്പോൾ ഇതിലെ ടാക്സ് പിരിക്കുമ്പോഴൊരു ഹ്യൂജ് എമൗണ്ടാണ് ഇവർ പിരിച്ചെടുക്കുന്നത്. അതിലൊരു വലിയൊരു പോർഷൻ തന്നെ ഇവരുടെ വ്യക്തിപരമായ ആർഭാട ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ബിഗ് പോർഷൻ ഓഫ് ദി ഇൻകം വാസ് യൂസ്ഡ് ഫോർ ദെയർ പേഴ്സണൽ നീഡ്സ്. വളരെ ഒരു ഭാഗം, അതർ പാർട്ട് വാസ് സ്പെൻഡ് ഇൻ മെയിൻറ്റെയിനിങ് ഹോഴ്സസ് ആൻഡ് എലിഫൻസ്. അപ്പം ഗവൺമെൻറ്റിന് വേണ്ടി, സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി ആവശ്യം വരുമ്പോൾ മിലിറ്ററി സഹായം കൊടുക്കുവാൻ വേണ്ടി ഹോഴ്സ്, കുതിരകളെയും ആനകളെയും ഒക്കെ വാങ്ങിക്കാനും അതിൻ്റെ പരിപാലിക്കുവാനും, വാങ്ങിക്കാൻ മാത്രമല്ല അതിൻ്റെ ചിലവ് പരിപാലിക്കുവാനും ഒക്കെ ചിലവഴിച്ചു. വളരെ കുറച്ച് പോർഷൻ മാത്രമാണ് അമ്പലങ്ങൾക്കും അല്ലെങ്കിൽ ജലസേചന കാർഷിക മേഖലയിലേക്ക് ജലസേചനം നൽകുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരു എമൗണ്ട്, ഒരു ചെറിയ ഭാഗം അതിൽ നിന്ന് ചെലവഴിച്ചു. അമരനായകൻസ് റെൻഡേർഡ് മിലിറ്ററി ഹെൽപ്പ് ടു ദ കിങ്. ഇനി അമരനായകൻ എന്തൊക്കെയാണ് രാജാവിനെ നൽകേണ്ടത്? അതുപോലെ എപ്പോഴെങ്കിലും ഒരു യുദ്ധം വരികയോ എന്തെങ്കിലും ഒരു പുറത്തു നിന്നൊരു അറ്റാക്ക് വരുമ്പോഴോ ഓരോ അമരനായകന്മാരും തങ്ങളുടെ ട്രൂപ്പുമായി, സൈന്യവുമായി രാജാവിൻ്റെ സഹായത്തിന് അവിടെ എത്തണം. അപ്പോൾ അമരനായകസ് റെൻഡേർഡ് മിലിറ്ററി ഹെൽപ്പ് ടു ദ കിങ് ഓഫ് വിജയനഗര. പിന്നെ അതുപോലെ ഇറ്റ് വാസ് ബൈ യൂസിങ് ദിസ് മിലിറ്ററി മൈറ്റ് ദാറ്റ് ദ കിങ് ബ്രോഡ് ദ സദേൺ പെനിൻസുല അണ്ടർ ദെയർ കൺട്രോൾ. ഈ വിജയനഗര രാജാക്കന്മാർ ഈ യുദ്ധം നടത്തി ഓരോ പ്രദേശം കീഴടക്കിയതും അവരുടെ ഒറ്റ സൈനിക ബലത്തിലല്ല, തങ്ങളുടെ അമരനായകന്മാരുടെ സഹായത്തോടെയാണ്, അവരുടെ മിലിറ്ററി ട്രൂപ്പിൻ്റെ സഹായത്തോടെയാണ്. അമരനായകാസ് വേ ടു ഗീവ് ദ കിങ് ട്രിബ്യൂട്ട് എവറി ഇയർ. എല്ലാ വർഷവും കൃതജ്ഞത അർപ്പിക്കുന്ന രീതിയിൽ വലിയൊരു തുക ട്രിബ്യൂട്ടായിട്ട് കപ്പം കൊടുക്കണം. ഇപ്പം ട്രിബ്യൂട്ട് എന്താണെന്ന് അറിയാത്ത കുട്ടികൾക്കാണ് ഞാനിവിടെ ബ്രാക്കറ്റിലിട്ടിരിക്കുന്നത്. പേയ്മെൻറ്റ് മെയ്ഡ് പീരിയോഡിക്കലി ബൈ വൺ സ്റ്റേറ്റ് ഓർ റൂളർ ടു അനദർ. അതായത് തങ്ങൾ ആ രാജാവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. ഇപ്പം ട്രിബ്യൂട്ട് കൊടുക്കാതിരുന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? തങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾ ആ രാജാവിൻ്റെ കീഴിൽ നിൽക്കാൻ ആവശ്യമില്ല, താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയാണ് ഈ വിജയനഗര സാമ്രാജ്യം തന്നെ നശിക്കാൻ ഒരു കാരണം. കാരണം പല അമരനായകന്മാരും ട്രിബ്യൂട്ട് കൊടുക്കാതെ തങ്ങൾ സ്വതന്ത്രരാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് പിന്നീട്. They also had to visit the king and give him gifts to show their loyalty to him. വിശ്വസ്തത തെളിയിക്കാൻ പലപ്പോഴും ചില നവമി ഫെസ്റ്റിവല് അല്ലെങ്കിൽ രാജാവിൻ്റെ വിശേഷപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഒക്കെ രാജാവിനെ സന്ദർശിക്കുകയും അഭിനന്ദിക്കുകയും വിശ്വസ്തത കാണിക്കാൻ വേണ്ടി പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജാവിനെ അവരുടെ മേൽ ആധിപത്യം ഉണ്ട്, അല്ലെങ്കിൽ അവരത് മിസ്യൂസ് ചെയ്യരുത്, അവരുടെ നാട്ടിലൊരു കലാപത്തിന് വഴിയൊരുക്കരുത്, അവരുടെ സ്ട്രെങ്ത്ത് കുറക്കാൻ വേണ്ടി, അവരുടെ ശക്തി കുറക്കാൻ വേണ്ടി അവരെ ഇടയ്ക്കിടയ്ക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ടായി, സ്ഥലം മാറ്റാറുണ്ടായിരുന്നു. ഈവൻ ദെൻ ബൈ ദ 17th century the അമരനായകാസ് became powerful. ഇങ്ങനെയൊക്കെ ചെയ്തു, രാജാവ് ഒന്ന് ഇടക്കിടക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്, സ്ഥലം മാറ്റുന്നുണ്ട്. എങ്കിലും 17th century ആയപ്പോൾ അമരനായകന്മാർ വളരെ സ്ട്രോങ് ആയി മാറി. കാരണം അവരുടെ കയ്യിലാണ് മിലിറ്ററി ഉള്ളത്, കൂടുതൽ സ്ട്രോങ് ആയ മിലിറ്ററി ഉള്ളത്. അവർ 2-3 അമരനായകന്മാരോട് ഒത്തുചേർന്ന രാജാവിനെ നിഷ്പ്രയാസം അവർക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും. ആൻഡ് സം ഓഫ് ദം സ്റ്റാർട്ടഡ് ചലഞ്ചിങ് ദ അതോറിറ്റി ഓഫ് ദ കിങ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു രാജാവിനെ ഞങ്ങൾ എന്തിന് റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ രാജാവിൻ്റെ മേധാവിത്വം എന്തിന് അംഗീകരിക്കണം? ദുർബലരായ രാജാക്കന്മാരായതോടെ പല അമരനായകന്മാരും അവർ സ്വയം
സ്വതന്ത്രരാണ് എന്നും പറഞ്ഞവർ സ്വതന്ത്ര രാഷ്ട്രങ്ങൾ സ്ഥാപിച്ചു. സം ഈവൻ എസ്റ്റാബ്ലിഷ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്. രാജാവിന് അവരോട് എതിർക്കാനുള്ള ധൈര്യം അല്ലെങ്കിൽ ശക്തി ഇല്ലാതിരുന്നുകൊണ്ട് ചില ആളുകൾ സ്വതന്ത്ര രാഷ്ട്രങ്ങൾ വിജയനഗര സാമ്രാജ്യം ഉള്ളപ്പോൾ തന്നെ സ്ഥാപിച്ചു. ദിസ് കോസ് ദ സ്ലോ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് വിജയനഗര. ഇതാണ് വിജയനഗരത്തിൻ്റെ വിഘടനത്തിന്. വളരെ സ്ലോയിലാണത്, പെട്ടെന്നുണ്ടായ സംഭവമൊന്നുമല്ല. വളരെ സാവധാനത്തിൽ വിജയനഗര സാമ്രാജ്യം അധപ്പതിക്കുന്നതിനുള്ള ഒരു കാരണമായി മാറി. ഇനി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ റൂളേഴ്സ് എന്നും നമ്മൾ പറഞ്ഞു. ഏത് റൂളേഴ്സിനെയാണ് നമുക്കിതിൽ എടുത്തു പറയാനുള്ളത്? പല 4 ഡൈനാസ്റ്റി ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും തുളുവ ഡൈനാസ്റ്റിയിലെ കൃഷ്ണദേവരായരാണ് ഏറ്റവും പവർഫുൾ റൂളർ. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇങ്ങനൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. കൃഷ്ണദേവരായ റൂൾഡ് ഫ്രം 1509 to 1529. ഏകദേശം 20 വർഷക്കാലമാണ് കൃഷ്ണദേവരായ, അതായത് തുളു ഡൈനാസ്റ്റിയിലുള്ള രാജാവാണ് അദ്ദേഹം. ഇറ്റ് വാസ് ദ ടൈം ഓഫ് എക്സ്പാൻഷൻ ആൻഡ് യൂണിഫിക്കേഷൻ ഓഫ് ദ എംപയർ. ഈ കാലഘട്ടത്തിലാണ് ഈ വിജയനഗര സാമ്രാജ്യം വളരെയധികം വികസിക്കുകയും ഏകീകരിക്കുകയും ചെയ്തത്. എല്ലാ സ്ഥലങ്ങളിലും സമാനമായ ഒരു ഭരണരീതിയും ഡെവലപ്മെൻറ്റ് പ്രോസസ്സൊക്കെ നടത്താൻ സാധിച്ചത്. ഹീ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് വോറിയേഴ്സ്. അദ്ദേഹം യോദ്ധാക്കന്മാരിൽ മികച്ച ഒരു യോദ്ധാവായിരുന്നു. In 1512 he captured the lands between Tungabhadra and Krishna rivers. അപ്പോൾ അദ്ദേഹം കുറേ പ്രദേശങ്ങൾ വികസിപ്പിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം. അപ്പോൾ തുംഗഭദ്രയ്ക്കും കൃഷ്ണ നദിക്കുമിടയുള്ള ഭൂമി ഈ അമരനായകരുടെ സഹായത്തോടെ തന്നെയാണ് അത് പിടിച്ചെടുത്തു. ഹി ഓൾസോ ഡിഫീറ്റഡ് ദ റൂളേഴ്സ് ഓഫ് ഒറീസ. അപ്പോൾ ഒറീസ രാജാക്കന്മാരെ അദ്ദേഹം 1514 പരാജയപ്പെടുത്തി. അതുപോലെ ലേറ്റർ ഹി ഓൾസോ ഓവർകം ദ ബീജാപ്പൂർ സുൽത്താൻ. അപ്പോൾ ബീജാപ്പൂർ സുൽത്താൻ വളരെ സ്ട്രോങ് ആയ ഒരു ശത്രുവാണ്. അതുപോലെ ഇവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് അയൽരാജ്യമായ ബാമിനി കിങ്ഡം. അപ്പോൾ ഈ ബീജാപ്പൂർ സുൽത്താൻ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്കിയും അത് അദ്ദേഹത്തെ പരാജയപ്പെടുത്താനും സാധിച്ചു കൃഷ്ണദേവരായർക്ക്. ദസ് അണ്ടർ ദ കൃഷ്ണദേവരായ ദ വിജയനഗര ആർമി ബിക്കെയിം ദ ബെസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റാണ്. ആർക്കും ഏറ്റുമുട്ടാനുള്ള ധൈര്യം പോലും ഇല്ലായിരുന്നു വിജയനഗര സാമ്രാജ്യത്തോട്. അതുകൊണ്ട് തന്നെ സാമ്രാജ്യം വളരെ പരമോന്നത ബഹുമതിയിൽ എത്തി. ഇനി ഓൾ ദ ബാറ്റിൽസ് ആൻഡ് മിലിറ്ററി പ്രിപ്പറേഷൻ വെർ കോൺസ്റ്റൻറ്റ്. എപ്പോഴും ഇങ്ങനെ യുദ്ധങ്ങളും പലപ്പോഴും ഒക്കെ ഉണ്ടെങ്കിലും കൃഷ്ണദേവരായ വാസ് ഏബിൾ ടു ബ്രിങ് പ്രോസ്പെരിറ്റി ടു ഹിസ് കൺട്രി. പലപ്പോഴും യുദ്ധങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് ഇല്ലാണ്ടാക്കുന്നത്. പക്ഷേ എങ്കിലും കൃഷ്ണദേവരായർക്ക് തൻ്റെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. അതുപോലെ അദ്ദേഹത്തിന് ഏകീകരിക്കാൻ സാധിച്ചു സൗത്ത് ഇന്ത്യയെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തെ ഓരോ അതിർത്തിയും അദ്ദേഹത്തിന് ഒരേ രീതിയിൽ ഏകീകരിക്കുവാനായിട്ട് സാധിച്ചു. ശത്രുക്കളെയെല്ലാം കീഴടക്കി. ഹി ടുക്ക് ഗ്രേറ്റ് പെയിൻസ് ഇൻ യൂണിഫൈയിങ് ദ കൺട്രി. ഒരു രാജ്യം ഏകീകരിക്കുന്നത് നിസ്സാരമായ കാര്യമൊന്നുമില്ല. അതിനുവേണ്ടി അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചു. ഹി വാസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ആൻ ആർട്ടിസ്റ്റ്. അഡ്മിനിസ്ട്രേറ്ററാണ് എന്ന് നമ്മൾ ഏകീകരണത്തിലൂടെയും യുദ്ധതന്ത്രങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കി. അതേപോലെ തന്നെ അദ്ദേഹം വലിയൊരു ആർട്ടിസ്റ്റാണ്, കലാകാരനാണ് എന്ന് തെളിയിക്കുന്നതാണ് നമ്മൾ ഹംപിയിലൊക്കെ കാണുന്ന പല ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും. അദ്ദേഹം നിരവധി കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണിതു. ഹി വാസ് ദ വൺ ഹൂ ബിൽഡ് ഹസാര രാമസ്വാമി ടെമ്പിൾ, അതുപോലെ വിത്തല സ്വാമി ടെമ്പിൾ ഇൻ വിജയനഗർ. അപ്പോൾ 2 ടെമ്പിൾ ഒന്ന് ശ്രദ്ധിച്ച് ഓർത്തിരിക്കുക, ഹസാര രാമസ്വാമി ടെമ്പിൾ ആൻഡ് വിത്തല സ്വാമി ടെമ്പിൾ. ഹി ഓൾസോ ബിൽഡ് മെനി ഗേറ്റ് ടവേഴ്സ്. അദ്ദേഹം ഗേറ്റ് ടവർ, പല അമ്പലത്തിൻ്റെയും മുന്നിലുള്ള കൂടാരങ്ങൾ, ടവറുകൾ അദ്ദേഹം പണിതു. ഹി ഫൗണ്ടഡ് ദ ടൗൺഷിപ്പ് കോൾഡ് നാഗാലപുരം. അതുപോലെ തന്നെ ഇൻ ദ മെമ്മറി ഓഫ് മദർ
നാഗാലദേവിയുടെ സ്മരണയ്ക്കായി നാഗാലപുരം എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പ് അദ്ദേഹം പണിതു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ്, അദ്ദേഹം ലിറ്ററേച്ചറും ആർട്ടും ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് നൽകിയ ഒരു പേരാണ് ആന്ധ്രാഭോജ എന്ന പേര്. ഇത് പലപ്പോഴും വൺ വേർഡ് ആയിട്ട് ചോദിച്ചു കാണുന്നതാണ്. ഹി എൻകറേജ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് ഹി വാസ് നോൺ ആസ് ആന്ധ്രാഭോജ. ഹു വാസ് നോൺ ആസ് ആന്ധ്രാഭോജ ചോദിക്കാം. ഇൻ ഹിസ് പാലസ് ദർ വർ മെനി ഫേമസ് പോയിറ്റ്. അപ്പോൾ ആർട്ടിനെയും ലിറ്ററേച്ചറിനെ ഇത്രയും പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിരവധി കവികൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുപോലെ ധാരാളം എഴുത്തുകാരും പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. അദ്ദേഹം രചിച്ചതായിട്ട് കരുതപ്പെടുന്ന ചില പുസ്തകങ്ങളുണ്ട്. ഹി ബിലീവ് ദാറ്റ് ഹി റോട്ട് മെനി ബുക്സ്. ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് സോ ഓഫ് ഹിസ് നോൺ വർക്ക്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ ഒന്ന് തെലുങ്കിലെ അമുക്ത മാല്യധ, അതുപോലെ തന്നെ സംസ്കൃതത്തിലെ ഉഷാപരിണയം. ഈ 2 കൃതികളാണ് അദ്ദേഹത്തിൻ്റെ കൃതികളായിട്ട്, ഫേമസ് ആയ കൃതികളായിട്ട് അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഈ അമുക്ത മര്യാദ? ശരിക്കും മര്യാദ എന്ന് തന്നെയായിരിക്കണം. രാജാവ് ഉപയോഗിക്കേണ്ട തന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുസ്തകമാണ് അമുക്ത മര്യാദ. ഇനി കൃഷ്ണദേവരായ എക്സ്പ്ലെയിൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് റൂളേഴ്സ് ഷുഡ് ഹാവ് ടുവേർഡ്സ് ട്രേഡ് ആൻഡ് ട്രേഡേഴ്സ്. കച്ചവടക്കാരോടൊക്കെ പുലർത്തേണ്ട, വ്യാപാരികളോടും ചെറിയ കച്ചവടക്കാരും, അതാണ് 2 പ്രാവശ്യം ട്രേഡേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൃഷ്ണദേവരായർ എങ്ങനെയാണ് എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അതുപോലെ രാജാവ് തുറമുഖങ്ങൾ വികസിപ്പിക്കണമെന്നും വ്യാപാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ദ റൂളേഴ്സ് ഷുഡ് ഗിവ് ഫോറിൻ നാവിഗേറ്റേഴ്സ് ഹു ആർ ഫോഴ്സ്ഡ് ടു കം ടു ദ കൺട്രി ബിക്കോസ് ഓഫ് ബാഡ് ക്ലൈമറ്റ് ഓർ ഇൽനെസ്. അതുപോലെ തന്നെ രാജ്യത്തേക്ക് വരുന്ന നാവിഗേറ്റർമാർ ഇപ്പം എന്തെങ്കിലും അവരിവിടെ വന്നിട്ട് അവർക്ക് സുഖമില്ലാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലൈമറ്റ് പ്രോബ്ലം കൊണ്ട് അവരിവിടെ അഭയം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കണം എന്നും അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. എ റൂളർ മസ്റ്റ് ഹാവ് കോർഡിയൽ റിലേഷൻ വിത്ത് ട്രേഡേഴ്സ് ഹു ഇമ്പോർട്ട് ഗുഡ് ബ്രീഡ് ഹോഴ്സസ് ആൻഡ് എൻകറേജ് ദം ബൈ ഗിവിങ് ദം പ്രോപ്പർ പ്രൈസസ് ആൻഡ് ഗിഫ്റ്റ്. അതുപോലെ റൂളേഴ്സ് എപ്പോഴും ഈ കുതിര കച്ചവടക്കാരോടൊക്കെ ഒരു നല്ല നയത്തിലൊക്കെ നിൽക്കണം. കാരണം നല്ല ബ്രീഡ് കുതിരയെ വാങ്ങിക്കണം. അതുപോലെ അതനുസരിച്ച് അവർക്ക് നല്ല ന്യായമായ വിലയും പാരിതോഷികങ്ങളൊക്കെ കൊടുക്കണം. എങ്കിൽ മാത്രമേ, ഇഫ് ദീസ് തിങ്സ് ആർ ഡൺ, ദ ഗുഡ് ഹോഴ്സസ് വിൽ നോട്ട് ഗെറ്റ് ഇൻ ടു ദ എനിമീസ് ഹാൻഡ്. അപ്പോൾ ഇത് നല്ല കുതിര നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ശത്രുവിൻ്റെ കയ്യിൽ പെട്ടാൽ നമുക്കതൊരു ഭീഷണിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൃഷ്ണദേവരായർ. ഇപ്പം ഞാനൊരു കൺക്ലൂഷൻ, ഒരു സെൻറ്റൻസ് എഴുതണമായിരുന്നു, ഞാനത് വിട്ടുപോയി. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. സോ ഐ എഗ്രി വിത്ത് ദാറ്റ് കൃഷ്ണദേവരായ വാസ് ദ ഗ്രേറ്റ് റൂളർ ഇൻ വിജയനഗര കിങ്ഡം. അപ്പം ഞാൻ കൃഷ്ണദേവരായർ വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരിയാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളങ്ങനെ കരുതുന്നുണ്ടോ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൺക്ലൂഷൻ ഞങ്ങളങ്ങനെ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ കരുതുന്നില്ല എന്നാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇപ്പം ഇവിടെ നമുക്ക് കരുതണം, കാരണം അത്രയും നല്ലൊരു മികച്ച രാജാവായിരുന്നു, ഏക രാജാവായിരുന്നു. മറ്റു രാജാക്കന്മാർ ഇവിടെ മെൻഷൻ ചെയ്യുന്നു പോലുമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതോടെ നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കാം, വിജയനഗര കിങ്ഡം. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, വീഡിയോസ് ചെയ്യാം.